بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. അള്ളാഹുവിൻ്റെ അടുക്കൽ വരണ്ടാകുക അന്ത ഇന്ദല്ലാഹി ഖാൽ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചതേ, തീരെ ചുറുക്കില്ലാത്ത മനുഷ്യനെങ്ങനെ ബേക്കിന്ന് ഇങ്ങനെ അണച്ചുകൂട്ടി പിടിച്ച് നിൽക്കുന്നത് ആരാണ്? സൗന്ദര്യത്തിൻ്റെ സമ്പൂർണ്ണതയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ ആ കാഴ്ച എന്ത് രസമുണ്ടാവും. ആളുകളെ കാണുന്ന ആൾക്കാരെ മുന്നിൽ രണ്ട് വൈരുദ്ധ്യങ്ങൾ അല്ലേ. അത് ഭയങ്കര കറുത്തൊരു ചുറുക്കില്ലാത്തൊരു മനുഷ്യൻ, ഇത് ലോകത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത ബേക്കിന്ന് അണച്ചുകൂട്ടി പിടിക്കുകയാണ്. ഒരാൾ ഏറ്റവും ശുദ്ധനായ അറബികളെ കൂട്ടത്തിൽ ഏറ്റവും ശുദ്ധനായ അറബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റേയാൾ കാട്ടറബി. വനഹനു ഹാദിറു എന്ന് പറഞ്ഞില്ലേ, വനഹനു ഇന്ന സാഹിറൻ ബാദിയത്തുന. തീർച്ചയായിട്ടും സാഹിർ നമ്മളെ കാട്ടറബിയാണ്, നമ്മൾ നാട്ടറബിയാണ് എന്ന് പറയാണ്. അപ്പോൾ രണ്ട് വൈരുദ്ധ്യങ്ങൾ അവിടെ എവിടെയാണ്. പിന്നെ വേറൊരു കാര്യം, ഒരടിമനെ വിൽക്കാണ്ട് എന്ന് പറയുമ്പോൾ നബി വല്ലാത്തൊരു തമാശയെ പറയണത്. വിൽക്കാനൊന്നും അല്ലല്ലോ. അപ്പോൾ പറയണം എനിക്ക് തീരെ വില ഉണ്ടാവില്ല. അപ്പോൾ നബി നേരെ പറയണം ഭയങ്കര വില ഉണ്ടെന്ന് എനിക്ക് പഠിച്ചോൻ്റെ അടുത്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങനെ കൂട്ടിങ്ങനെ വായിച്ചു നോക്കിയാൽ വല്ലാത്ത രസം. തീരെ കാര്യങ്ങളൊന്നും അറിയാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, എഴുത്തും വായനൊന്നും അറിയാത്ത ആ കുഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു കാട്ടറബി, തീരെ ചുറുക്കില്ലാത്ത ഒരാൾ, ഒരടിമയെന്ന് സങ്കല്പിച്ചാൽ തന്നെ ആരും വാങ്ങാത്തൊരടിമ. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഭയങ്കര വില. എൻ്റെ വില കാരണം എന്താ? വകാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹിബ്ബുഹു. അള്ളാഹിൻ്റെ അടുക്കലേക്ക് ഭയങ്കര വില ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെന്താ ഇവർക്ക് എന്താ ഇപ്പോൾ ഉള്ളത്? എന്താ ഉള്ളത്? ഇപ്പോൾ ഒന്നുമില്ല. നബിക്ക് ഇടയ്ക്കിടയ്ക്ക് സമ്മാനം കൊണ്ടുകൊടുക്കും, കാട്ടുവിഭവങ്ങളൊക്കെ നബിക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ളത് മാത്രമാണ് മൂപ്പർക്കുള്ള അള്ളാഹിൻ്റെ അടുക്കൽ വില. വേറെ ഇപ്പം എന്താ ഉള്ളത്? നബി റസൂലെ പറഞ്ഞിരിക്കണമല്ലോ, നിങ്ങൾ ഹദിയ കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുക, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടം ഉണ്ടാകും. അപ്പം നബിൻ്റെ ഇഷ്ടം വാങ്ങാൻ വേണ്ടി മൂപ്പർ ചെയ്തതിനെ കാര്യപ്പോൾ അതാണ്, എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊണ്ട് കൊടുക്കുക നബിക്ക്. അപ്പോൾ പാവപ്പെട്ടൊരു മനുഷ്യനല്ലേ, ഫക്കീറായൊരു മനുഷ്യനാണല്ലോ. സമ്മാനം റസൂലുള്ളാഹിക്ക് കൊടുക്കണം, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. സ്വാഭാവികമായിട്ട് നബിക്ക് അങ്ങോട്ടും ഇഷ്ടം വെക്കുകയാണ്. അപ്പോൾ ഒരടിമയായിട്ട് വെക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ആരും വാങ്ങൂല. കാസിദൻ, വാങ്ങാതെ മുടങ്ങിക്കിടക്കണ ചരക്ക് എന്നാ കാസിദ് പറഞ്ഞാൽ. പഠിച്ചവൻ്റെ അടുക്കൽ ഭയങ്കര വിലയുള്ള സാധനമായിരിക്കും. അപ്പോൾ ഖിയാമത്ത് നാളിലൊക്കെ മൂപ്പരുടെ പദവി എത്രയ്ക്കാരം സ്വർഗത്തിൽ. യാ അല്ലാഹ്, ഇതൊക്കെയാണ്. അതിന് ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കണം. ലാക്കിൻ ഇന്ദല്ലാഹി ലസ്ത ബികാസിദ് അന്ത ഇന്ദല്ലാഹി ഖാൽ. അതിൻ്റെ മുമ്പ് ഇവരൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് സാഹിറിന്, അനസ് ബിൻ മാലിക്. വകാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹിബ്ബുഹു. നബിക്ക് ഇഷ്ടമായിരുന്നു. വകാന റജുലൻ തമീമ. അപ്പോഴേ അള്ളാഹിൻ്റെ അടുക്കൽ കുറച്ച് വില ഉണ്ടാകാൻ ഉള്ള മാർഗങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ജനങ്ങളുടെ അടുത്ത് വില ഉണ്ടാവുമല്ലോ. മൂപ്പർക്ക് ഇപ്പോൾ വില ഉണ്ടായത് കണ്ടില്ല നിങ്ങൾ. ഖിയാമത്ത് നാൾ വരെ സാഹിറിനെ കുറിച്ച് ഇങ്ങനെ പറയണം നമ്മൾ. അതിനാണ് വില എന്ന് പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഹദീസുകൾ വായിച്ചു. എത്ര ഹദീസാണെന്ന് അറിയില്ല. ഈ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ. ആ ഹദീസിലൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കാൻ, നബി ആ പെണ്ണിൻ്റെ വരെ പോയി, ആ സഹോദരിൻ്റെ വരെ പോയി, ആ അൻസാരി പെണ്ണിൻ്റെ വരെ പോയി, നബിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, അങ്ങനെ കാണാം. ഇതിൻ്റെയൊക്കെ പിന്നിലിങ്ങനെ പെണ്ണുങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്കിങ്ങനെ കാണാം. അതിൻ്റെ അപ്പുറത്ത് ആണുങ്ങളുണ്ടാകും. ഒരു മുസ്ലിം ബീവി ആണെങ്കിൽ അപ്പുറത്ത് നമ്മളെ അനസ്റുള്ളാഹിൻ്റെ ഉമ്മയാണ്. അങ്ങനെ ഓരോരുത്തരെ കാണാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇങ്ങനെയുള്ള ഉമ്മാരുടെ അടുത്ത്, സഹോദരിമാരുടെ അടുത്തൊക്കെ പോവും. അതുപോലെ അടുത്ത ഹദീസും അങ്ങനത്തെ ഒരു ഹദീസാണ്. അപ്പോൾ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടതിനാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഹസൻ എന്നവർ പറയുകയാണ്, അത്തത്ത് അജൂസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രായമായ ഉമ്മൻ്റെ വീട്ടിൽ
ഉമ്മ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. അജൂസ്, ഒരു വൃദ്ധ. ഫഖാലത്ത് യാ റസൂലല്ലാഹ് ഉദു അല്ലാഹു യുദ്ഖിലനിൽ ജന്ന, എനിക്ക് സ്വർഗത്ത് കയറണം, നിങ്ങൾ ദ്വാരിക്ക് നബിയെ. ഉമ്മാരൊക്കെ പറഞ്ഞ വർത്താനാണ്. ഫഖാല യാ ഉമ്മ ഫുലാൻ, അപ്പോൾ ഫുലാൻ്റെ ഉമ്മ എന്നാണ് വിളിച്ചത്. ആ മകന് നബിക്ക് നല്ല ബന്ധമുള്ള ആളായിരിക്കാം. ഇന്നൽ ജന്നത്തിലാത്ത ദുഖുൽ, നിങ്ങൾക്ക് അറിയില്ലമ്മ ഈ സ്വർഗത്തേക്ക് ഈ വയസ്സത്തിലൊന്നും കയറൂലെന്ന്. വല്ലത്ത് തെബിക്കി, വലിയ കരഞ്ഞുകൊണ്ട് അവർ നബിൻ്റെ അടുത്തുനിന്ന് പോവാണ്. ഉമ്മമാർക്ക് വേഗം കരച്ചിൽ വരുമല്ലോ, കുട്ടിയെ ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വയസ്സത്തിലൊന്നും സ്വർഗത്ത് കിടക്കില്ല എന്നറിയില്ല നിങ്ങൾക്ക്. വല്ലത്ത് തെബിക്കി, അപ്പോൾ ഇത്ര ഈമാനൊക്കെ റസൂലുള്ള പറയാറുണ്ട്. മൊത്തത്തിൽ ഹദീസ് കാണാൻ ഈ വയസ്സത്തിയുള്ള ഈമാൻ എന്ന് പറയാറുണ്ട്. ഉമർ ഖത്താബ് തങ്ങളുടെ വാക്കിലാണല്ലോ തോന്നുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ഖലീഫ പറഞ്ഞല്ലേ, ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞല്ലേ, ഉമർ ഈ വയസ്സത്തികളെ ദുആ വല്ലാതെ ആഗ്രഹിക്കുന്നത്. മുപ്പര് അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഖുലഫാ റാഷിദീങ്ങൾക്കൊക്കെ നമ്മൾക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റും. വല്ലത്ത് തെബിക്കി, വയസ്സത്തിലും കയറില്ല എന്ന് പറഞ്ഞപ്പോൾ സാധുമ്മ തിരിഞ്ഞു പോവാണ്. ഒന്നുമില്ല. അഖ്ബിറുഹ, അപ്പോൾ പറയാണ്, നിങ്ങൾ അവരോട് പോയിട്ട് അന്നഹാനാത്ത് ദുഖുലുഹ വഹി അജൂസുൻ, വയസ്സത്തിയായിട്ട് കയറില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയണത്. ഇന്നല്ലാഹ തആല യഖൂലു, അള്ളാഹു പറയുന്നുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്റാബ. അള്ളാഹു അവരെ ഒരു പ്രത്യേകമായ രീതിയിലായിട്ട് മേഡ് ചെയ്യുക. ഇന്ന അൻശഅനാഹുന്ന ഇൻസാൻ, കാരണം മരിക്കുമ്പോൾ ചിലപ്പോൾ 95 വയസ്സോ അല്ലെങ്കിൽ 45 വയസ്സോ ഒക്കെ ഉണ്ടാവും. അവിടെ വെച്ചിട്ട് അള്ളാഹു താല അവർക്ക് പ്രത്യേക ഒരു മേട് നടത്തുകയാണ്. ഇൻഷാ എന്ന് പറയും ആവിഷ്കാരത്തിനെ. ഫജഅൽനാഹുന്ന അബ്കാറ, അങ്ങനെ ഒരു റിഫ്രഷ് നടത്തിയിട്ട് അള്ളാഹു ഈ സ്ത്രീകളൊക്കെ ബിക്റുകളാക്കും. ദാമ്പത്തിക സുഖം എന്നുള്ളത് സ്വർഗത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. അപ്പോൾ അവരെയൊക്കെ ബിക്റുകളാക്കും, കന്യകകളാക്കും. ഉറുബൻ അത്രാബ, ഒരേ പ്രായത്തിലുള്ള, പല തഫ്സീറുകളുണ്ട്. സുന്ദരികളായ അത്രാബൻ, ഒരേ പ്രായത്തിലുള്ള സ്ത്രീകളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മാറ്റും. ഉറുബ് എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, സ്ത്രീകൾ, അതിനാണ് ഉറുബ് എന്ന് പറയാം. അവരെ മനസ്സിൽ പുരുഷൻ എന്നത് ഈ ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു പുരുഷൻ എന്ന രീതിയിൽ. നമ്മളെ ഇവിടെ ഇപ്പോൾ റഹ്മാൻ സൂറത്ത് പറഞ്ഞില്ലേ, ഖാസുറാത്തു ത്വർഫി, അവരെ കണ്ണുകൾ ഭർത്താക്കന്മാരെ കാണുക മാത്രമാണ് ചെയ്യുക. കണ്ണുകളെ അവർ ഭർത്താക്കന്മാരുടെ മേൽ പരിമിതപ്പെടുത്തിയവരാണ്. ലം യത്മിത്ഹുന്ന ഇൻസുൻ ഖബലഹും വലാ ജാൻ, ബിക്റാണല്ലോ. അതിനു മുമ്പ് മനുഷ്യരോ അല്ലെങ്കിൽ ജിന്നുകളോ അവരെ സ്പർശിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പുതിയൊരു ക്രിയേഷനേക്കാരം അല്ലാഹു തആല അവരെ നടത്തുക എന്നാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ സ്ത്രീകളൊക്കെ എപ്പോഴും ഭയപ്പെടുന്ന കാര്യം വയസ്സാകുക എന്നുള്ളതാണല്ലോ. വയസ്സാകുക എന്നുള്ളത് അവർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രകൃതി ഗുണം അല്ലെങ്കിൽ സത്വ ഗുണം എന്ന് പറയുന്നത് പ്രായത്തിന് അവരിഷ്ടപ്പെടുന്നില്ല, യുവതിയായി നിൽക്കുക എന്നുള്ളതിനാണ് ഇഷ്ടപ്പെടുന്നത്. ഏതായാലും 33 വയസ്സോ അല്ലെങ്കിൽ 30 വയസ്സൊക്കെയാണ് ഈ പ്രായം എല്ലാ സ്ത്രീകൾക്കും. സ്ത്രീകളുടെ ശാരീരിക ഘടനയുടെ അല്ലെങ്കിൽ സൗന്ദര്യ നിറവിൻ്റെ ഒക്കെ ഒരു പൂർണ്ണത ഈ സമയത്താണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തമാശയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നബി തങ്ങൾ വല്ലാതെ തമാശയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ കളവൊന്നും പറയുന്നില്ലല്ലോ എന്നുള്ളതാണ്. കളവ് പറയാത്ത തമാശ അല്ലേ. പിന്നെ മിസാഹ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അത് പരിഹാസമല്ല,
മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുകയും ഇടങ്ങാറാക്കുകയും ചെയ്യുന്നതും ആവരുത്, സത്യമാവുകയും വേണം. ഈ രണ്ട് രീതിയിലാണ് തമാശ എന്ന് പറയുന്നത്. കളവുണ്ടാകരുത്, എന്നാൽ മറ്റുള്ള ബുദ്ധിമുട്ടിക്കാരെയും അതിന് പരിഹസിക്കുക എന്ന് പറയുന്നത് തമാശ അറിയാമെന്നല്ല. അപ്പോൾ നമ്മുടെ തമാശകളൊക്കെ പരിഹാസത്തിൻ്റെ തമാശകളായി മാറാറുണ്ട്. വിധങ്ങൾ ഈ പറഞ്ഞ രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കി. അടിമ എന്ന് പ്രയോഗിച്ചത് സാഹിർ റളിയല്ലാഹു അൻഹു ശരിയല്ലേ? വയസ്സത്തിയുള്ള സ്വർഗത്ത് കിടക്കൂല എന്ന് പറഞ്ഞു, ശരിയല്ലേ? നിങ്ങൾ കിടക്കൂല എന്ന് പറഞ്ഞില്ലല്ലോ. വയസ്സത്തിയായിരിക്കും കിടക്കൂല എന്നാണല്ലോ. ഇങ്ങനെയുള്ള അനുവദനീയമായ തമാശകൾ ജീവിതത്തിൽ പറയണം എന്നതാണ് നമ്മളെ ഇതിൽ നിന്നുള്ള പാഠം. നബിൻ്റെ തമാശനെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്കുള്ളപ്പോൾ അതല്ലേ പാഠം. നമ്മളെന്ത് ചെയ്യണം? വെറുതെ മനുഷ്യന് ഗൗരവമാകരുത്. മനുഷ്യന്മാർക്ക് പല വിഷമങ്ങളും പല ടെൻഷനുകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു തമാശയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് ചിരിച്ചാൽ മനുഷ്യനെന്ത് ചെയ്യും? ഒരു ആശ്വാസം കിട്ടും. മനുഷ്യനത് ആഗ്രഹിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു എൻജോയ് എന്ന് പറയില്ലേ, അത് തമാശയിലൂടെ കിട്ടും. എപ്പോഴും തമാശ അറിയാവുന്ന അർത്ഥത്തിനല്ല. തമാശൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ചിരിക്കലാണ്. അത് ചിരി എന്ന് പറയുന്നത് മനസ്സിലൊരു സന്തോഷം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ പല സംഘർഷങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ എന്താവും, ഇതിങ്ങനെ സംഘർഷഭരിതമായ മനസ്സ് മനുഷ്യനെ സമ്മർദ്ദം ഉണ്ടാക്കും മനസ്സിന്. അത് അവൻ്റെ സ്വഭാവത്തിനൊക്കെ ബാധിക്കും. അപ്പോൾ നമ്മളെ സഹാബാക്കളെ കണ്ടില്ലേ, നമ്മൾ കുറേ ഖുർആൻ ഹദീസൊക്കെ പറഞ്ഞായിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് നമ്മൾ കുറച്ച് പാട്ട് കേടുക എന്ന് പറയുന്നത് പാട്ട്. അപ്പോൾ അതൊരു മാനസികമായിട്ട് റാഹത്തുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബങ്ങളായാലും അറബികളായാലും കാട്ടറബികളായാലും ഒക്കെ വിശാലമായ മനസ്സോടുകൂടെ സമീപിക്കുക. വിശാല മനസ്സ്, ഉൾക്കൊള്ളുന്ന മനസ്സ്. എല്ലാ നേരത്തും റസൂലുള്ളാഹിൻ്റെ മുഖത്ത് ദവാമുൽ ബിശ്ർ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയാണ്, എല്ലാ സമയത്തും മുഖത്തൊരു പ്രസന്നത, സൽസ്വഭാവം, എല്ലാവരോടും സലാം പറയാം. കണ്ടുമുട്ടിയാൽ അങ്ങോട്ട് ആദ്യം പോയിട്ട് സലാം പറയാം. നിൽക്കാൻ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പോയി നിൽക്കുക. എനിവേ നിൽക്കിട്ടോ പറയുമ്പോൾ അവിടെ നിൽക്കുക. അതൊക്കെ ഒരു വലിയ ഗുണമല്ലേ? നമ്മളെ കാണുന്നതല്ല നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിൻ്റെ നേതാവല്ലേ. അതിപ്പോൾ ലോകത്തിൻ്റെ നേതാവ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ നേതാവല്ലേ. എന്ന് വെച്ചാൽ ഇസ്ലാമൊന്നും വന്നില്ല നിൽക്കുക, എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് നേതാവ്. ഖുറൈശികളുടെ ഹാഷിം വംശത്തിൻ്റെ യഥാർത്ഥ പിൻഗാമിയായിട്ട് വരുന്ന ആളാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഒരു അധികാരത്തിലേക്ക്, ആ ഒരു പദവിയിലേക്ക്, കുടുംബമഹിമയിലേക്ക്, ഗോത്രമഹിമയിലേക്ക്, അക്കാലത്ത് ഗോത്ര സംസ്കാരവും ഗോത്ര മഹിമയാണല്ലോ ഉള്ളത്. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെയും അബൂ താലിബിൻ്റെയും സ്ഥാനത്തേക്ക് വരേണ്ട ഒരാൾ ഹജറുൽ അസ്വദ്, കാബയുടെ ഹജറുൽ അസ്വദ് ആ സ്ഥാനത്ത് വെച്ച ആളാണ്. ആരാണ് വെക്കേണ്ടത് എന്നുള്ള തർക്കമുണ്ടായപ്പോൾ അൽ-അമീൻ എന്ന് പേര് കിട്ടിയ ആളാണ്, അയാളാണ് നേതാവ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഇപ്പോൾ എന്താകുന്നത്, നമ്മൾ എത്രയോ നിസ്സാരമായ ആളുകളാണ്. അവൻ ഇവനോട് നബിയെ അവിടെ നിൽക്കിയിട്ട് പറയുമ്പോൾ അത് പറയുന്നത് ആരൊക്കെയാണ്? കുട്ടികൾ പറയും, അടിമ സ്ത്രീകളൊക്കെ പറയും. അപ്പോൾ അവർക്ക് വേണ്ടി നിന്ന് കൊടുക്കും ഒരുപാട് സമയം. ഇഷ്ടപോലെ സംഭവങ്ങളുണ്ടായിലൊക്കെ. അതുപോലെ പിന്നെന്താ, വൽ മഷിയുമൻ അഖദ ബിയദിഹി ഹത്താമിന ബിൽദാനി വല്ലിമ, നബിൻ്റെ കൈ വന്ന് പിടിക്കുക അടിമ സ്ത്രീകൾ, കുട്ടികളൊക്കെ. അപ്പോൾ ഓരോ കൂടെ കൈയും പിടിച്ച് അങ്ങനെ നടക്കും അല്ലേ. സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ലേ നമുക്കിപ്പോൾ ഒരു പണ്ഡിതനെ, ഇപ്പോൾ നമ്മളിങ്ങനെ കാണുന്നൊരു പണ്ഡിതനോ അല്ലെങ്കിൽ വലിയൊരാളോ, പണ്ഡിതനാവണ്ട, എല്ലാവരും ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആൾക്കാർ തന്നെയാണല്ലോ. അപ്പോൾ നബിനെ കണ്ട് ആൾക്കാർ കൈ പിടിച്ചാൽ കുട്ടികളിങ്ങനെ കൈ പിടിച്ച് നടക്കും, അടിമ സ്ത്രീകളെ കൈ പിടിച്ച് നടക്കും. വയസ്സത്തിലൊക്കെ റസൂലുള്ളാഹിനെ അങ്ങനെ നിർത്തും സംസാരിക്കാൻ വേണ്ടി. ഇങ്ങോട്ട് ഓലപ്പോഴാണോ സംസാരം നിർത്തുക, ആ സമയം വരെ നബി നിന്ന് കൊടുക്കും. വൽ മിസാഹു ബിൽ ഹഖി മാ സഗീരി വൽ കബീർ, എല്ലാ സമയത്തും അല്ല, പല സമയത്തും ചെറിയ കുട്ടികളോട് തമാശ പറയും, വലിയ ആൾക്കാരോട് പറയും. ആരെങ്കിലും വിളിച്ചാൽ അവരെ വീട്ടിലേക്ക് പോകും. ആരെങ്കിലും വിളിച്ചാൽ അവർ വീട്ടിൽ പോയി. ഞാൻ പിന്നെ ചരിത്രം അങ്ങനെ വായിച്ചപ്പോഴേ നമ്മളെ ഖുബാ പള്ളിൻ്റെ ആ ഭാഗത്ത് നമ്മളെ ഖന്തഖിൻ്റെ അവിടെ ഒരു വലിയ പള്ളിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ മസ്ജിദുൽ ഖിബലത്തൈനി എന്ന് പറയുന്ന പള്ളിയുണ്ട്. ആ ചരിത്രത്തിൽ ഇങ്ങനെ
കാണുന്നുണ്ട്. 2 ഖിബില ഉണ്ടായ പള്ളി മസ്ജിദുൽ ഖിബിലത്തൈനി പറഞ്ഞ പള്ളിയുണ്ട്. ആ മസ്ജിദുൽ ഫത്തഹിൻ്റെ പള്ളി. ആ ഫത്തഹെന്ന് പേരുണ്ടോന്നുണ്ട് ആ പള്ളിക്ക്. ഏതോ ആവട്ടെ. അപ്പോൾ നബിക്ക് അങ്ങനെ അവിടെ ഇങ്ങനെ 2 ഖിബില ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു പെണ്ണിൻ്റെ കുട്ടി മരിച്ചിരുന്നു. അൻസാരി പെണ്ണിൻ്റെ കുട്ടി മരിച്ചിരുന്നു. അപ്പോൾ നബി തങ്ങളൊന്ന് വരണം എന്നവർക്കൊരു ആഗ്രഹം, നബി ഒന്ന് വേറൊന്ന് പോകണം. അപ്പോൾ നബിയും കൂട്ടരും അവിടെ വന്നതാണ്. അപ്പോഴാണ് അവിടെ നിസ്കരിക്കാൻ കയറുന്നത്. അവരെ പള്ളിയിൽ, അവരെ ഗോത്രപ്പള്ളിയിൽ, അവരെ സ്രാമ്പിയിൽ, നിസ്കാരപ്പള്ളിയിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആയത്തിറങ്ങിയത്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അങ്ങ് ഖിബിലയെ മാറ്റണം. അപ്പോൾ 17 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് നിസ്കാരത്തിൽ ഖിബില മാറ്റി പിടിച്ചു. സഹാബത്ത് 2 ഖിബിലൻ്റെ പള്ളിയായത്. അപ്പോൾ ആൾ പറയുന്നത് ഒരു പെണ്ണിൻ്റെ കുട്ടി മരിച്ചിരുന്നു, അപ്പോൾ കാണാൻ വന്നിരുന്നു എന്നാണ്. എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് 2-3 കിലോമീറ്റർ ഉണ്ടല്ലോ മദീനത്തെ പള്ളിയിൽ നിന്ന്. പക്ഷേ ആ നബിൻ്റെ പോക്കും മറ്റുമൊക്കെ ദീനീ ദാവത്തിൻ്റെ ഒരു സഞ്ചാരമായിരിക്കും, ദീന് പഠിപ്പിക്കാനുള്ളതായിരിക്കും. എങ്ങോട്ട് പോയാലും അപ്പോൾ അതിനകത്ത് വല്ലുവസമ വജുഹുല്ല എന്ന് പറഞ്ഞ മാതിരി നബി എവിടേക്ക് തിരിഞ്ഞാലും അവിടെയൊക്കെ ദീനായിരിക്കും പ്രചരിപ്പിക്കപ്പെടുക. പക്ഷെ അതൊക്കെ ദീനായിട്ട് മാറും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ വിളിച്ചാൽ ലയ്യിനുൽ ജാനിബി, എല്ലാവരോടും വളരെ സൗമ്യമായ പെരുമാറ്റം. ലയ്യിനു ജാനിബ് എന്ന് പറഞ്ഞതാണ് വളരെ സൗമ്യമായ പെരുമാറ്റം. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ യളുന്നു കുല്ലു അഹദിൻ മിന സ്വഹാബിഹി അന്നഹു അഹബ്ബുഹും. ഓരോരുത്തരും വിചാരിക്കും നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ താനാണ്. ഓരോരുത്തരും വിചാരിക്കും നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ താനാണ്. ചില ഉസ്താദന്മാരൊക്കെ കണ്ടില്ല ഞങ്ങൾ ഗുണങ്ങൾ, ചില പള്ളിയിലൊക്കെ നിൽക്കുന്ന ആളുകൾ വലിയ ഭയങ്കര നല്ല ദീനി ഇത്തിബായുള്ള മനുഷ്യന്മാരെ കയറും. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് തോന്നും ഉസ്താദിന് എന്നോടാ കൂടുതൽ ഇഷ്ടമാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും സാധുവായ മനുഷ്യൻ തോന്നും നബി ഉസ്താദ് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ റസൂലുള്ളാഹിൻ്റെ സയ്യിദന്മാരായിട്ട് ഉള്ള ബന്ധത്തിൽ കാണാൻ നമ്മൾ എല്ലാവരും എല്ലാവരും മൂലയന്മാരായാലും സയ്യിദന്മാരായാലും സ്വഭാവ ഗുണത്തിൽ പൂർണ്ണത ഉള്ള ആൾക്കാരുണ്ടാവും, പൂർണ്ണത ഇല്ലാത്തവരും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ചിലർക്ക് ചില ഗുണങ്ങൾ കുറച്ച് ഗൗരവം കൂടുതലായിരിക്കും, ചിലവർ സൗമ്യതായിരിക്കും, ചില കൂടുതൽ നിൽക്കുക, ചില ആൾക്കാരിൽ ദേഷ്യമായിരിക്കും, ചില അങ്ങനെയൊക്കെ ഉണ്ടാകും. അതൊക്കെ അല്ലാഹു തആല പൂർണ്ണതമായ ഗുണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അവിടെ എവിടെയും ഒരു പിഴവുണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഗുണത്തിലും. ഇപ്പം നമ്മൾ തമാശ പറയുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ പാളൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തമാശയിൽ എവിടെയും ഒരു സമയത്തും പാളിയുണ്ടാവില്ല. ഒരു സമയത്ത് പാളിയാൽ പിന്നെ അങ്ങ് ഏറ്റവും ഉന്നതമായ മഹത്തായ സൽവാത്തിലാന്ന് പറഞ്ഞത് ശരിയാവില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുന്നിടത്ത് ഏതെങ്കിലും ഒരു സമയത്ത് പാളി, ആ നടത്തം ശരിയായില്ല, ആ സംസാരം ശരിയായില്ല, ആ തുപ്പിയത് ശരിയായില്ല, ആ ഇരുത്തവിടെ ഇരുന്ന് റെഡിയായില്ല, അയാളോട് അങ്ങനെ സംസാരിച്ച് ശരിയായില്ല, ഏതെങ്കിലും ഒരു സമയത്ത്, അതാണല്ലോ പൂർണ്ണത. അല്ലാതെ ഇപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ നല്ല മനുഷ്യന്മാരിൽ നല്ല സ്വഭാവം നല്ല വർത്താനാണ്. പക്ഷെ ആ കൂട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എന്താവും പാളും. ഇപ്പോൾ തമാശനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെന്നെ തോന്നാറ് ആ തമാശ പറയണ്ടില്ലേ എനിക്ക്, കാരണം അത് കേൾക്കുമ്പോൾ അയാൾ എന്താ തമാശ എന്ന് പറയുന്ന എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കുട്ടി മരിച്ച പെരേ പോയിട്ട് അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ മരിച്ച വീട്ടിൽ പോയിട്ട് വാപ്പയമ്മ മരിച്ച പെരേ പോയിട്ട് തമാശ അറിയാൻ പറ്റുമോ? പക്ഷെ നമുക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞുകയും ചെയ്തു മൂപ്പരവസ്ഥ എനിക്ക് അറിയില്ലെന്നേക്കാൻ അപ്പോൾ പറയാം. പക്ഷേ പൂർണ്ണതയുടെ അൽ ഇൻസാനുൽ കാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എവിടെയും ഒരു പിഴവുണ്ടാവില്ല. കാരണം ലഖദ് കാന ലക്കും ബി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും അല്ലല്ലോ. അവിടുത്തെ ഓരോ സന്ദർഭത്തിലും ഓരോ തമാശയിലും നിങ്ങൾക്ക് മാതൃക ഉണ്ട് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞെന്തേ വന്നു വെച്ചാലേ, മനുഷ്യന്മാരെന്താക്കരുത്, എല്ലാ സമയത്തും ഗൗരവക്കാരനാകരുത്. ഭാര്യമാരോട് ഇപ്പം തമാശ പറയൽ സുന്നത്താണെന്ന് കിതാബിലുണ്ട്. മുദാഅബത്ത്, ഭർത്താക്കന്മാരോട് തമാശ പറയണം. അതെപ്പോഴും അവരെ കാണുകയും ബന്ധപ്പെടുകയും ആളുകൾ വീട്ടിലെപ്പോഴും സംഘർഷം ഉണ്ടാകുന്നതുകൊണ്ടാണ്. നമ്മൾ ജോലിക്കാരോട് വേണം. അതുകൊണ്ടൊന്നും എന്താവില്ല, നമ്മളെ കനം കുറഞ്ഞു പോകുന്നില്ല, നമ്മളെ നിലയും വലിയും കുറയില്ല. പക്ഷെ നിലയും വലിയും കുറയും എപ്പോൾ? തമാശ എല്ലാ നേരത്തും ഒരാൾ തമാശയായി കഴിഞ്ഞാൽ. കാര്യമാവേണ്ട നേരത്ത് കാര്യമാവണം, തമാശ വേണ്ടടുത്ത് അഹ്യാനം ചില സമയങ്ങളിൽ. ഇതാണ് വേണ്ടത്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ വലോ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്ക്, അങ്ങനെ എല്ലാ സമയത്തും ക്രൗര്യ സ്വഭാവം അല്ലെങ്കിൽ എന്തായാലും പറയാം പരുഷ സ്വഭാവക്കാരനാണെങ്കിൽ അവരാരും അങ്ങയുടെ ചുറ്റുവട്ടത്തും ഉണ്ടാകുമായിരുന്നില്ല, അങ്ങയുടെ ചുറ്റുവട്ടത്ത് നിന്നും അവർ പിരിഞ്ഞു പോകുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സഹാബാക്കളൊക്കെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അകലെയല്ല, ബേക്കിലല്ല, ഒരുപാട് ബെഞ്ചിൻ്റെ അപ്പുറത്തല്ല, അപ്പുറത്തൊരു മേശയും സ്റ്റൂളും അങ്ങനെയല്ല. ചിലപ്പോൾ ഒരു മുന്നിലായിരിക്കും, ചിലപ്പോൾ പിന്നിലായിരിക്കും, വലത്തും ഇടത്തും മുന്നിലൊക്കെ ഉണ്ടാവും. അതിൻ്റെ നടുക്കൊരാളായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ എന്നല്ലേ ചുറ്റുവട്ടത്ത് നിന്ന് അറിയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നടുക്കാകുന്നു എന്നുള്ളതാണ്, അഭിമുഖമല്ല. സല്ലല്ലാഹു അലൈഹി വഅലാ അലിഹി വസ്വഹ്ബിഹി വസല്ലം. എന്തുകൊണ്ടാണ് പിരിഞ്ഞു പോകാത്തത്? ഇതാണ് ഈ സൗമ്യത. തമാശയാണെങ്കിൽ തമാശ. സാഹിർ എന്ന് പറയുന്ന ആ സഹാബിനൊക്കെ ചരിത്രത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ട് ഒരാളിൻ്റെ പിന്നൊന്നും പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ. ഇവരൊക്കെ ആ ജീവിതത്തിൽ എത്ര സന്തോഷം ഉണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മൂപ്പരിങ്ങനെ വിടാതെ ഇങ്ങനെ മൂപ്പരെ മുതുക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ വയറ്റിലിങ്ങനെ ഉരസിക്കൊണ്ടിരുന്നു എന്നല്ലേ. അപ്പോൾ ആ സന്തോഷത്തിൻ്റെ ഒക്കെ എത്രയാണ്. പക്ഷേ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളത് അത് വേറെ തൗഫീഖാണ്. കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് സാഹിർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവിടുത്തെ ഒരു പ്രത്യേക വായന. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സവിശേഷമായ ആ സ്വഭാവം നമ്മളെന്ത് ചെയ്യണം? പരമാവധി മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർണ്ണത നമ്മൾ ഉൾക്കൊള്ളുക. ആ പൂർണ്ണത ഉൾക്കൊണ്ടുകൊണ്ട് നബി തങ്ങളെ സ്നേഹിക്കുകയും അവിടുത്തെ മാതൃകകൾ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്തവർക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് നമുക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد. അല്ലാഹുവേ അർഹമർ റഹീമായ തമ്പുരാനെ, നിൻ്റെ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത് പിൻപറ്റി ജീവിക്കുന്നവരിൽ അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളിൽ നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണം തമ്പുരാനെ. ഞങ്ങളുടെ നോമ്പ് നിസ്കാരങ്ങൾ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. നിൻ്റെ വജഹിനു വേണ്ടി, നിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ഒരു അമലായി ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ അർഹമർ റഹീമായ റബ്ബേ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളെ ബന്ധപ്പെട്ടവരെ അവരുടെ നീ സന്തോഷത്തിലാക്കണേ റബ്ബേ. അവരെ അമാലുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരെ കൂടെ നിൻ്റെ സ്വർഗീയ ലോകത്ത് നിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഞങ്ങളത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.